ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ലീനിയർ ഓപ്പറേറ്റേഴ്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ ഓപ്പറേറ്റർ ആൾജിബ്രയ്ക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് നോക്കാം. ലുക്ക് ഇൻ ടു ദി ഇക്വേഷൻ g of x is equal to a into f of x എന്ന് പറയുന്ന ഇക്വേഷനിലോട്ട് നോക്കിയാൽ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിലെന്തോ ഒന്ന് ആക്ട് ചെയ്തപ്പോൾ നമുക്ക് പുതിയൊരു ഫംഗ്ഷൻ കിട്ടി. അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? ജി ഓഫ് എക്സ് എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സിന് എന്താണോ മാറ്റം വരുത്തിയത് അതിനെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നു. അതാണ് ഓപ്പറേറ്റർ. അതായത് ഇവിടെ നമ്മൾ എ ക്യാപ്പ് എന്ന് പറയുന്നതാണ് ഓപ്പറേറ്റർ. ഇവിടെ ക്യാപ്പ് എന്ന് പറയുന്നത് ഈ സിമ്പിളാണ്. ഇത് ഒരു ഓപ്പറേറ്റർ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സിമ്പിൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ദ ഹോൾ സ്ക്വയർ. അതായത് ഓപ്പറേറ്റർ എ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആക്ട് ചെയ്തപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായി? അതിൻ്റെ സ്ക്വയറായിട്ട് മാറി. അപ്പോൾ നമുക്കിനി ഓപ്പറേറ്ററിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? An operator is defined as the rule or symbol by which a new function is obtained from any given function. ഇനി നമ്മൾ പ്രത്യേകിച്ചൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരു ഓപ്പറേറ്റർ എലോൺ ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു സിഗ്നിഫിക്കൻസ് ഇല്ല. ഒരു ഓപ്പറേറ്ററിന് എപ്പോഴും സിഗ്നിഫിക്കൻസ് ഉണ്ടാകുന്നത് അതൊരു ഫംഗ്ഷനിൽ ആക്ട് ചെയ്യുമ്പോൾ മാത്രമായിരിക്കും. ഓക്കെ. ലീനിയർ ഓപ്പറേറ്റർ, അതായത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ലീനിയർ ഓപ്പറേറ്റർ. F1 F2 രണ്ട് ഫങ്ഷൻസ് ആണ്, അതുപോലെ C1 C2 രണ്ട് കോൺസ്റ്റൻസ് ആണ് എങ്കിൽ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ C1 F1 of x പ്ലസ് C2 F2 of x ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് C1 A F1 of x പ്ലസ് C2 A F2 of x എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ആ ഓപ്പറേറ്റർ എ നമുക്ക് എന്തെന്ന് പറയാം? ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയാം. ലീനിയർ ഓപ്പറേറ്ററിന് ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് എ ഫംഗ്ഷൻ ഈസ് ദ കോൺസ്റ്റൻറ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ള ഇക്വേഷനിൽ നോക്കി ഡി ബൈ ഡി എക്സ് ഓഫ് C1 F1 of x പ്ലസ് C2 F2 of x എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? C1 ഡി ബൈ ഡി എക്സ് ഓഫ് F1 of x പ്ലസ് C2 ഡി ബൈ ഡി എക്സ് ഓഫ് F2 of x. അതായത് ഇവിടെ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. കാരണം തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്? ലീനിയർ ഓപ്പറേറ്ററിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അടുത്തത് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നുവെന്ന് നോക്കാം. ഓപ്പറേറ്റർ എ പ്ലസ് ഓർ മൈനസ് ഓപ്പറേറ്റർ ബി ആക്ടിങ് ഓൺ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഓപ്പറേറ്റർ എ ആക്ടിങ് ഓൺ എഫ് ഓഫ് എക്സ് പ്ലസ് ഓർ മൈനസ് ഓപ്പറേറ്റർ ബി ആക്ടിങ് ഓൺ എഫ് ഓഫ് എക്സിന് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ്, പ്രോപ്പർട്ടി ഓഫ് ഓപ്പറേറ്റർ അഡിഷൻ. അഡിഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് മീൻസ് ആഡൻസിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും സമ്മിന് ചേഞ്ച് ഒന്നും വരത്തില്ല, വ്യത്യാസമൊന്നും വരത്തില്ല. ദാറ്റ് ഈസ് ഓപ്പറേറ്റർ എ പ്ലസ് ഓപ്പറേറ്റർ ബി ഈക്വൽസ് ഓപ്പറേറ്റർ ബി പ്ലസ് ഓപ്പറേറ്റർ എ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, അഡിഷൻ ഈസ് അസോസിയേറ്റീവ്. അതായത് ആഡൻസിൻ്റെ ഗ്രൂപ്പിംഗ് ചേഞ്ച് ചെയ്താലും സമ്മിന് വ്യത്യാസം വരില്ല. ദാറ്റ് ഈസ് ഓപ്പറേറ്റർ എ പ്ലസ് ഓപ്പറേറ്റർ ബി പ്ലസ് ഓപ്പറേറ്റർ സി ഈക്വൽസ് ഓപ്പറേറ്റർ എ പ്ലസ് ഓപ്പറേറ്റർ ബി പ്ലസ് ഓപ്പറേറ്റർ സി. പ്രോഡക്റ്റ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. എ ബി ഓഫ് എഫ് ഓഫ് എക്സിനെ നമുക്ക് എ ഇൻറ്റു ബി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് ബി ആദ്യം എന്ത് ചെയ്യും? ഫസ്റ്റ് എഫ് ഓഫ് എക്സിൽ ആക്ട് ചെയ്യും, റിസൾട്ടിങ് ഫംഗ്ഷനിൽ ആര് ആക്ട് ചെയ്യും? എ ആക്ട് ചെയ്യും. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. അതായത് നമുക്ക് എ ബി സി എന്ന് പറയുന്ന മൂന്ന് ഓപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? എ ഇൻറ്റു ബി പ്ലസ് സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ ബി പ്ലസ് എ സി എഫ് ഓഫ് എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അടുത്തത് കമ്മ്യൂട്ടേറ്റർ ഓഫ് ഓപ്പറേറ്റേഴ്സ് എ ആൻഡ് ബി എങ്ങനെയെന്ന് നോക്കാം. കമ്മ്യൂട്ടേഷൻ റിലേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ സ്ക്വയർ ബ്രാക്കറ്റാണ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഓഫ് എ ബി ഈക്വൽസ് എ ബി മൈനസ് ബി എ. നെഗറ്റീവ് സൈൻ കോമൺ എടുത്താൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് ബി എ മൈനസ് എ ബി. ദാറ്റ് ഈസ് ഈക്വൽ മൈനസ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഓഫ് ബി എ. ഇഫ് എ ബി ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി എ ഓഫ് എഫ് ഓഫ് എക്സ്, ദെൻ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഓഫ് എ ബി ഈക്വൽ 0 എന്ന് കിട്ടും. അതായത് എയും ബിയും കമ്മ്യൂട്ട് ചെയ്യുന്നുവെന്ന് പറയാം. ഇഫ് എ ബി പ്ലസ് ബി എ ഈക്വൽ ടു 0 ആയാൽ എ ആൻഡ് ബി ആർ സെറ്റ് ടു ബി ആൻറ്റി കമ്മ്യൂട്ട്. ആൻറ്റി കമ്മ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് കമ്മ്യൂട്ടേഷൻ റിലേഷനിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു പ്ലസ് സഫിക്സ് ഇടുന്നതാണ്. അതായത് കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഓഫ് എ ബി പ്ലസ്. The operator can be applied in succession on the same function. അതായത് ഒരു ഫംഗ്ഷനിൽ തന്നെ ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്നു, സേ ആൽഫ, ദെൻ സെയിം ഓപ്പറേറ്റർ തന്നെ റിസൾട്ടിങ് ഫംഗ്ഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് n ടൈംസ് ആൽഫ ഈസ് പോസിബിൾ ടു എ ഫംഗ്ഷൻ.
ആൻഡ് ആൾസോ കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഓഫ് സെയിം ഓപ്പറേറ്റർ വിത്ത് ഡിഫറെൻറ്റ് പവർ ഈസ് ആൾസോ പോസിബിൾ. അത് നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഓഫ് ആൽഫ റൈസ് ടു എം ആൽഫ റൈസ് ടു എൻ is equal to alpha raised to m into alpha raised to n minus alpha raised to n into alpha raised to m. നമുക്കറിയാം a raised to m into a raised to n എന്ന് പറയുന്നത് എന്താണ്? a raised to m plus n. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമുക്ക് എന്തെന്ന് എഴുതാം? ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ raised to m plus n minus alpha raised to n plus m. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അതായത് സെയിം ഓപ്പറേറ്റർ വിത്ത് ഡിഫറെൻറ്റ് പവർ കമ്മ്യൂട്ട് ചെയ്യുന്നു. നെക്സ്റ്റ്, the inverse of an operator എങ്ങനെയാണെന്ന് നോക്കാം. The inverse of an operator is defined by the relation a inverse equal to a inverse a equal to 1. The commutation relation of a inverse equal to a inverse minus a inverse a equal to 0. കാരണം നമുക്കറിയാം a inverse എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? a inverse a എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഒരു ഓപ്പറേറ്റർ അതിൻ്റെ ഇൻവേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്.